തൊഴിലില്ലായ്മ എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ വളരെ കൂടുതലായിട്ടുള്ള അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ പല ആളുകളും ജോലി അന്വേഷിച്ച് ഇറക്കുന്നത് നമ്മൾ കാണാറുണ്ട്. പക്ഷേ ഈ നീലയും ചുവപ്പും ഷർട്ടിട്ട് ചില ആളുകൾ ജോലി അന്വേഷിച്ച് ഇറങ്ങുന്നത് ആ നാടിനെ തന്നെ മുടിപ്പിക്കാനേ ഉപകരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇതായി കാണുന്നത്. ഏതോ ഒരു പാവപ്പെട്ടവൻ അവൻ്റെ വീടിൻ്റെ ആധാരം പണയം വെച്ച് തുടങ്ങുന്ന ഒരു സംരംഭത്തിൻ്റെ കാലുമ പിടിച്ചെങ്ങനെയാണ് ആ കാണുന്നത്. അപ്പോൾ ആ കൂട്ടത്തിൽ ഒരുത്തൻ പറയുന്നുണ്ട്, ഇതിലെന്ത് നഷ്ടം വന്നാലും ഇവർ ഈ ലോഡ് ഇറക്കുമ്പോൾ എന്ത് നഷ്ടം വന്നാലും ഇവർ നികത്തി കൊടുത്തോളാന്ന്. ഇപ്പോൾ ഈ സത്യത്തിൽ അതിനൊരു നഷ്ടം വന്നു കഴിഞ്ഞാൽ ആ നഷ്ടം നികത്തണമെങ്കിൽ ഇവൻ്റെയൊക്കെ വീട് വിറ്റ ഒരു വശം നടക്കില്ല. ഒരുപാടൊന്നും ആയിട്ടില്ല, ഏകദേശം ഒരു 1-2 മാസം മുമ്പ് ഒരു റേഞ്ച് റോവർ ട്രെയിലറിൽ നിന്ന് ഇറക്കുമ്പോൾ വന്ന ഒരു അപകടം നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ ഒരു കാറിൻ്റെ മാത്രം നഷ്ടം ഏകദേശം ഒരു 4 കോടി രൂപയാണ്. അത് മാത്രമല്ല അവിടുത്തെ ഒരു ജോലിക്കാരൻ്റെ ജീവനും പോയിട്ടുണ്ട്. ഇനി സംഭവിക്കാൻ പോകുന്നതിൻ്റെ നഷ്ടനത്തിലൊക്കെ അവിടെ നിൽക്കട്ടെ, ഈ സംഭവിച്ചു കഴിഞ്ഞ കാര്യത്തിന് ഇവന്മാരെന്ത് നഷ്ടപരിഹാരം കൊടുത്തു? ഇപ്പം നിലവിൽ ആ അപകടത്തിൻ്റെ കാരണം പറഞ്ഞിരിക്കുന്നത് കാറിൻ്റെ സാങ്കേതിക തകരാറെന്നാണ്. എല്ലാ ഫിറ്റ്നസ് ടെസ്റ്റും പാസ്സായി ഇറങ്ങിയ 4 കോടി വില വരുന്നൊരു വണ്ടിക്കാണ് സാങ്കേതിക തകരാറ് പറയുന്നത്. മാതിരി റോട്ടിൽ കൂടെ മാരുതിയൊക്കെ ഉരുട്ടിയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് റേഞ്ച് റോവർ ട്രെയിലറിൽ നിന്ന് ഇറക്കാനായിട്ട് ചെന്നിട്ടുള്ളത്. ഓരോ പണിക്കും അതിൽ പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ജോലിക്കാരാണ് ആ പണിയെടുക്കേണ്ടത്. നേരെ ചൊവ്വേ സ്കൂളിലോ കോളേജിലോ പോയി ഒറ്റ ഒരുത്തന കൂട്ടത്തിലുണ്ടാവില്ല. പക്ഷെ ഒരു നാടെങ്ങനെ മുടിപ്പിക്കാം എന്നുള്ളതിൽ മാസ്റ്റർ ഡിഗ്രി എടുത്ത ആളുകൾ ഇഷ്ടംമാതിരി ആ കൂട്ടത്തിലുണ്ടാവും. ഈ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ ഇങ്ങേ തലക്കിടക്കുന്ന ഒരു ചെറിയ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിൽ മാത്രം കണ്ടുവരുന്നൊരു കലാരൂപമാണിത്. വലിയ വലിയ സംസ്ഥാനങ്ങൾ, ഒരുപാട് സംരംഭങ്ങളൊക്കെ തുടങ്ങുന്ന സംസ്ഥാനങ്ങളിലൊന്നും ഈ ഒരു കലാരൂപം നമുക്ക് കാണാനേ കഴിയില്ല. ഇപ്പോൾ ഈ നടക്കുന്ന പ്രശ്നം ഇവിടുത്തെ ആദ്യത്തേതെല്ലാം നമുക്കറിയാം, ഒരിക്കലും അവസാനത്തേതാകാനും പോകുന്നില്ല. ഇനിയും ഇതുപോലത്തെ ഒരുപാട് പ്രശ്നങ്ങളോടെ നടക്കും. വ്യവസായ സൗഹൃദവും നമ്പർ 1 എന്നൊക്കെ പറഞ്ഞ് തള്ളിയാൽ പോരാ, അതെന്താണെന്ന് മനസ്സിലാക്കണം, അതിനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഒരുക്കണം. ഇതിനെപ്പറ്റിയൊക്കെ പഠിക്കാൻ പല മന്ത്രിമാരും വിദേശത്ത് ടൂറൊക്കെ പോകുന്നുണ്ട്. ടൂറൊക്കെ പോയി കാഴ്ച കണ്ട് തിരിച്ചു വരാമെന്നല്ലാതെ അതുപോലത്തെ ഒരു കാര്യം പോലും ഇവിടെ നടപ്പിലാക്കിയതായിട്ട് നമ്മുടെ ഒന്നും അറിയില്ല. ഒരു നാടൻ ചൊല്ലുണ്ട്, കാട്ടിലെ തടി തേവരടാന വലിയടാ വലിയെന്ന് പറഞ്ഞിട്ട്. ഞാൻ കുറച്ചാൾ മുമ്പ് കണ്ടൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ്. അതിൽ നമ്മുടെ കേരളത്തിൽ കുറച്ച് നാൾ മുമ്പ് ഉണ്ടായിരുന്ന ഒരു കമ്പനികളുടെയൊക്കെ ഒരു ലിസ്റ്റ് ഉണ്ടായിരുന്നു. ഇന്ന് ആ ലിസ്റ്റ് മാത്രമേ നമ്മുടെ അടുത്തുള്ളൂ. ആ കമ്പനികളിൽ പലതും ഒന്നും കേരളത്തിലില്ല. അത് കാണണമെങ്കിൽ തമിഴ്നാട്ടിലോ കർണാടകയിലൊക്കെ പോകേണ്ടി വരും. ഈ കമ്പനികളെല്ലാം തന്നെ ഇവിടെ നിന്ന് എത്തിപ്പോയതിൽ ഈ കൂട്ടുകാരുടെ പങ്ക് ചെറുതൊന്നുമില്ല. നമ്മുടെ നാടിൻ്റെ സാമ്പത്തികം എന്ന് പറഞ്ഞാൽ അത് വിദേശത്ത് നിന്ന് വരുന്ന പണത്തെ ആശ്രയിച്ചുകൊണ്ടാണ്. വിദേശത്ത് പറഞ്ഞാൽ യൂറോപ്പ്, അമേരിക്ക ഒന്നുമല്ല, ഗൾഫ് രാജ്യങ്ങൾ. ഇപ്പോൾ ഈ ഗൾഫിലെ മാറി വരുന്ന നിയമങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇനി അതിനും വലിയ ആയുസൊന്നുമില്ല, അത് ഏകദേശം നിൽക്കാൻ പോകണം. നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് തൊഴിൽ വേണമെങ്കിൽ നമ്മുടെ നാട്ടിൽ സംരംഭങ്ങൾ ഉണ്ടാകണം. ഇനിയിപ്പോൾ ചുമടെടുക്കാനാണെങ്കിൽ തന്നെ എന്തെങ്കിലുമൊക്കെ സംരംഭം നാട്ടിലുണ്ടെങ്കിലേ നടക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഉള്ള